ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദോശ, അപ്പം, ഇടിയപ്പം എന്നിവയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ അതാ 4 വിസിൽ വന്ന് ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 3/4 വേവോളം വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. സ്പൈസസ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അളവിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ കുറച്ച് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു വലിയ പൊട്ടാറ്റോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ കുറച്ച് ഒരു ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എപ്പോഴും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളിത് ബീഫിലൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല ഈ സ്റ്റൂവിന്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഇപ്പോൾ 1 കപ്പ് 2-ാം പാലുണ്ട്. അപ്പോൾ ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ടാണ് ഈ വെജിറ്റബിൾസ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വെജിറ്റബിൾസും തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫാണ് അതിൻ്റെ ചാറോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസും ബീഫും ഒന്നുകൂടെ ഇതിൽ കിടന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ബീഫ് 3/4 വേവ് ആക്കി എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഹാഫ് കുക്ക് ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് 1-ാം പാലുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കരുത്. കാരണം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് പോകും. അപ്പോൾ പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരുന്നതാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്റ്റൂവിൽ ചേർത്ത് കൊടുത്താൽ മതി.
അതല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ ഒക്കെ എണ്ണയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ കൂടുതൽ ഓയിലി ആക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്